ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ആര്യ ധരചന്ദ്രൻ. ഈ വീഡിയോ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇത് ഫാബ്രിക് പെയിൻറ്റിങ് സെക്ഷനാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സെക്ഷൻ, എംബ്രോയ്ഡറിയേക്കാളും എനിക്കിഷ്ടം ഫാബ്രിക് പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ഇത് ഔട്ട്ലൈൻ ആണ്. ഈ പിക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്നെ കുഞ്ഞിലെ തൊട്ടേ ഭയങ്കരമായിട്ട് ആകർഷിച്ചിട്ടുള്ള ഒരു പിക്ചറാണ് കേട്ടോ ഇത്. ഈ ഒരു പിക്ചർ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ 4ാം ക്ലാസ് തൊട്ട് ഒരു ഫോൾഡർ ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചിരുന്ന പിക്ചറാണ് കേട്ടോ. ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് എൻ്റെ റെക്കോർഡിൽ വെക്കാൻ നേരത്ത് ഈ പിക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പിക്ചർ തന്നെ ഔട്ട്ലൈൻ ആയിട്ട് വരച്ചത്. സെക്കൻഡ് പിക്ചറാണ് ഞാൻ ചെയ്തതിൽ ഏറ്റവും പെർഫെക്റ്റ് വർക്ക് എന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഫില്ലാണ് കേട്ടോ. അതായത് നമ്മൾ കളേഴ്സ് ഫുൾ ഇതിൽ ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തൊരു വർക്കാണ്. ഈ സൈഡിൽ കാണുന്ന കറ പോലെ ഇരിക്കുന്നതൊന്നും കറയല്ല, അത് പശയുടെ കളറാണ് കേട്ടോ. അടുത്തത് ഓരോ പെയിൻറ്റിങ് ടെക്നിക്സ് ആണ് കേട്ടോ. ഇത് ഇന്നർ ഷെയ്ഡാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, അകത്തോട്ടാണ് ഷെയ്ഡിങ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഇന്നർ ഷെയ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ഡ്രസ്സിലൊക്കെ നമ്മൾ പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു ടെക്നിക്കാണ് കേട്ടോ. ഇലയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ലതായിരിക്കും. നമ്മൾ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്ത് മിനിമൽ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അടുത്ത പിക്ചറിൽ ചെയ്തിരിക്കുന്നത് ഔട്ടർ ഷെയ്ഡാണ് കേട്ടോ. ശ്രദ്ധിച്ചാൽ കാണാം, അകത്തുനിന്ന് വെളിയിലേക്കാണ് ഇതിൻ്റെ ഷെയ്ഡിങ് വന്നിട്ടുള്ളത്. ആ ഇലയുടെ അവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, നടുക്കുന്ന തണ്ട് വരച്ചിട്ട് അവിടുന്ന് വെളിയിലേക്കാണ് എന്ത് വന്നിട്ടുള്ളത്, ഷെയ്ഡ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതും നല്ല ഭംഗിയുള്ളൊരു ഫാബ്രിക് പെയിൻറ്റിങ് ടെക്നിക്കാണ്. ഓക്കെ, അടുത്തത് വെറ്റ് ഇന്നർ ഷെയ്ഡ്. ഇത് നനച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ 2 കളേഴ്സൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്ട്രോബെറി ആണ് ചെയ്തിരിക്കുന്നത്. ലീഫിലാണ് അത് ഏറ്റവും കൂടുതൽ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇത് വെറ്റ് ഔട്ടർ ഷെയ്ഡാണ്. ഇതിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ആ താഴെയുള്ള പിങ്ക് പൂക്കൾ അതേപോലെ ഇലകളിലൊക്കെ ആ ഒരു ഷെയ്ഡ് കാണാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റിൽ തപ്പിയപ്പോൾ എനിക്ക് കിട്ടി ഇഷ്ടപ്പെട്ട കുറച്ചധികം പിക്ചേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോമൺലി ആരും ചെയ്യാത്ത എന്നാൽ എനിക്ക് താല്പര്യമുള്ള കുറച്ച് യുണീക്ക് ആണെന്ന് എനിക്ക് തോന്നിയ പിക്ചേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ബട്ടർഫ്ലൈ ആണ്. ഇതും നമ്മൾ ചെയ്തിട്ടുള്ളത് ഡ്രൈ ഇന്നർ ഷെയ്ഡാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ആലിലയിലുള്ള ഗണപതിയാണ് ചെയ്തത്. ഇത് ഡ്രൈ ഔട്ടർ ഷെയ്ഡാണ് കേട്ടോ. പിന്നെ അടുത്ത ഷെയ്ഡ് ഞാൻ ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ട് ചെയ്ത 2 വർക്ക്സാണത്. ഇത് ട്രിപ്പിൾ ഷെയ്ഡാണ് കേട്ടോ. അതിൽ ആ പെൺകുട്ടിയുടെ അരപ്പട്ടയിലും ബ്ലൗസിലും അതേപോലെ പാവാടയിലൊക്കെ നിങ്ങൾക്ക് കാണാം മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് വന്നിട്ടുള്ളത്. അത് ഒരു കളർന്ന് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഏതാണ് ഡബിൾ ഷെയ്ഡാണ്. ഇത് ഞാൻ ഒരുപാട് സമയം എടുത്ത് ചെയ്തൊരു വർക്കാണ്. അതായത് ഫില്ലിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ടൈം ആൻഡ് എഫേർട്ട് എടുത്തിട്ടുള്ള വർക്കാണ് ഈ മൂങ്ങ. അതിനുശേഷമാണ് ഇത് ആ പെണ്ണിൻ്റെ ഡാൻസറിൻ്റെ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അടുത്തൊക്കെ അടിപൊളി വർക്ക്സാണ്. ഇത് ബുദ്ധനാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് സെൻറ്റർ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നിക്കാണ്. ഇത് എനിക്ക് ബുദ്ധനെ ഞാനിങ്ങനെ ഒരുപാട് നോക്കിയിട്ടുണ്ട് പിക്ചേഴ്സ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പിക്ചർ എടുത്ത് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അതേപോലെ എനിക്ക് ഡാൻസ് കളിക്കാൻ ഇഷ്ടമായതുകൊണ്ടും ഞാനൊരു ഡാൻസർ ആയതുകൊണ്ടും എനിക്കൊരു അത് റിലേറ്റഡ് ഒരു ഇത് വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കാലെടുത്തത്. ഇത് ഹാഫ് ഷെയ്ഡാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ ആ ചിലങ്കയുടെ ഓരോ മണിയിലും ഷെയ്ഡിങ് കാണാൻ പറ്റും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മുടെ റെക്കോർഡ് ഒരു എൻഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ. അടുത്തത് ബീഡ്സ് വർക്കിൻ്റെ, അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഏറ്റവും ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് വാട്ടർ ഷെയ്ഡാണ് കേട്ടോ. ഇത് വെള്ളം നനച്ചിട്ട് ചെയ്യുന്ന ഒരു വർക്ക്. വളരെ റാൻഡമായിട്ട് പിൻട്രസ്റ്റിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടൊരു പിക്ചറാണ്. എനിക്ക് മെർമെയ്ഡ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വാട്ടർ നമുക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. മറക്കാതെ നിങ്ങളുടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണേ. ബൈ.